ചെതലയം അനിർവചനീയ പ്രകൃതി സൗകുമാര്യത അടയാളപ്പെടുത്തുന്ന വയനാട് ജില്ലയുടെ സൗന്ദര്യ പരിച്ഛേദം. സഞ്ചാരികളെ കൺകുളിർപ്പിക്കുന്ന ജലപാതവും മറ്റനവധി ദൃശ്യവിസ്മയങ്ങളും അലങ്കരിച്ച 4 ഭാഗവും കാനന ഭംഗി അതിരിടുന്ന മനോഹര ഗ്രാമം. അധിനിവേശ ശക്തികൾക്കെതിരായ ടിപ്പുവിന്റെ പടയോട്ടത്തിന് ചരിത്ര സാക്ഷ്യം വഹിച്ച മണ്ണ്. സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ നിന്നും പുൽപ്പള്ളി റോഡിൽ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെതലയം പ്രദേശത്തെത്താം. സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ പരിധിയിലെ 1, 2, 3 ഡിവിഷനുകൾ ഉൾക്കൊള്ളുന്ന ചെതലിയത്ത് ആദിവാസി വിഭാഗമുൾപ്പെടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി തുടങ്ങി നാനാവിധ മതവിഭാഗങ്ങൾ സഹോദര സ്നേഹത്തോടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു. നബിദിനാഘോഷ റാലിക്ക് മധുര വിതരണം നടത്തുന്ന ഇതര മതസ്ഥർ ഈ നാടിന്റെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. സാധാരണക്കാരായ തൊഴിലാളികളും കൂലിപ്പണിക്കാരുമാണ് ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും. പകലന്തിയോളം പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ ഐക്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് നാടിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും നിദാനം. ഇവിടെ പെറ്റു വളർന്ന ആളാണ്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് ഒരു കുറഞ്ഞ വീടുകൾ ഇവിടെ നമ്മളെ മുസ്ലിം വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന പള്ളി താഴെയായിരുന്നു. അതിൻ്റെ ശേഷം അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഓത്തുപള്ളി. ആ ഓത്തുപള്ളിയിലാണ് ഞാനൊക്കെ പഠിച്ചത്. രണ്ടാമത്തെ ഭാഗമാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. അന്ന് ക്ലാസ്സുകളൊന്നുമില്ല. ഒരു 2, 3 കൊല്ലം 4 കൊല്ലം അങ്ങനെയൊക്കെ പോയി, ഇല്ല 5 കൊല്ലം അങ്ങനെയൊക്കെ പഠിച്ച ഓത്തുപള്ളിയായിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്തേക്ക് നീളുന്നതാണ് ഇവിടുത്തെ ചരിത്രം. അക്കാലത്ത് തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും ഹെൽത്ത് ഡിസ്പെൻസറിയും സ്ഥാപിതമായിട്ടുണ്ട്. 1 നൂറ്റാണ്ട് മുമ്പ് തന്നെ 10ഓളം മുസ്ലിം കുടുംബങ്ങൾ ഇവിടെ താമസമാക്കിയെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കൂപ്പിൽ മരപ്പണി ചെയ്യാനും എസ്റ്റേറ്റിൽ തൊഴിലെടുക്കാനുമാണ് കൂടുതൽ പേർ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും കുടിയേറി ചെതലയത്തെത്തിയത്. ഞാൻ ചെതലയത്ത് ജനിച്ചു വളർന്നതാണ്. എൻ്റെ പിതാവ് 9ാമത്തെ വയസ്സിൽ ചെതലയത്ത് വന്നു എന്നാണ് പറയുന്നത്. കൊടുവള്ളിയിൽ നിന്നാണ് വന്നത്. കൊടുവള്ളിയിൽ നിന്ന് വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇന്ന് അബ്ദുറഹ്മാൻക്ക, അതുപോലെ പത്മതാത്ത, അങ്ങനെ ഒരുപാട് ആളുകൾ കൊടുവള്ളിയിൽ നിന്ന് വന്നവരും പിന്നീട് അതിനുശേഷം മലപ്പുറത്തുനിന്ന് ലോഡിങ്ങും ജോലിയായിട്ടും മരപ്പണിയായിട്ടും വന്ന കുറേ തൊഴിലാളികളാണ് ചെതല പ്രദേശത്തിൻ്റെ മുസ്ലിങ്ങളുടെ ഫസ്റ്റ് തുടക്കം. അതിന് ശേഷമാണ് മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ചെട്ടിമാരല്ലാത്ത, അതായത് വയനാടൻ ചെട്ടിമാരല്ലാത്ത സമൂഹം, ക്രിസ്ത്യൻ സമൂഹവും തീയ സമൂഹവും ഒക്കെ തന്നെ അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇന്ന് ചെതലയും പ്രദേശവാസികളായ മിക്കവരുടെയും പൂർവികർ ഇങ്ങനെ കൂപ്പിൽ മരമുറി, മരം കയറ്റം, എസ്റ്റേറ്റ് തൊഴിൽ തുടങ്ങിയ ജോലികൾക്കായി ഇവിടെ എത്തി പിന്നീട് സ്ഥിരതാമസമാക്കിയവരാണ്. കൂപ്പും മരപ്പണിയും ചെതലയത്തിന്റെ ചരിത്രത്തോടും സംസ്കാരത്തോടും ഒട്ടിനിൽക്കുന്നതാണ്. ഇന്നത്തെ സുൽത്താൻ ബത്തേരി അടക്കമുള്ള പ്രധാന പട്ടണങ്ങളെക്കാൾ തൊഴിലവസരങ്ങളും ആൾത്തിരക്കുമുള്ള പ്രദേശമായിരുന്നു ചെതലയം. അക്കാലത്ത് നടന്നും കാളവണ്ടിയിലുമൊക്കെയായിരുന്നു ഇവിടേക്കുള്ള സഞ്ചാരം. 1970 കാലത്ത് ടാറിട്ട റോഡുകൾ ചെന്ന് അവസാനിക്കുന്നതും സർക്കാർ ബസ്സുകളടക്കം സർവീസ് നടത്തിയതും ഇവിടം വരെയായിരുന്നു. 1975 ശേഷമാണ് ചെതലയം വഴി പുൽപ്പള്ളിയിലേക്കുള്ള ബസ് സർവീസുകൾ പോലും ആരംഭിക്കുന്നത്. തൊഴിൽ തേടിയെത്തിയ കുടുംബങ്ങളിൽ കൊടുവള്ളിയിൽ നിന്നും വന്ന പുള്ളിച്ചി ഖദീജ എന്ന മഹൻ വനിതയുടെ ഇടപെടലുകൾ ഇവിടെ ആദ്യത്തെ പള്ളി നിർമ്മാണത്തിന് പ്രചോദനമായി. കണ്ടോത്ത് ഔലക്ക, PC ഉസ്മാൻ, പറപ്പാറ അബ്ദുറഹ്മാൻ ക, KP കാക്ക എന്നിവർ ചേർന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മിലിറ്ററി ക്യാമ്പിലുണ്ടായിരുന്ന പഞ്ചാബിയായ മുസ്ലിം സഹോദരൻ മുഖേന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അനുമതി വാങ്ങി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി മരത്തിന്റെ തൂണുകൊടുത്ത് മുളകൊണ്ട് മടലമേഞ്ഞ് മണ്ണെറിഞ്ഞ് തരിപ്പ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയതായിരുന്നുവത്രേ. പിന്നീട് 4 ഭാഗവും കല്ലുകൊണ്ട് കെട്ടി ഉയർത്തി ഓടുമേഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാനെത്തുന്നവർ അംഗശുദ്ധി വരുത്തിയിരുന്നത് തൊട്ടടുത്ത തോട്ടിൽ നിന്നായിരുന്നു. 1968 വള്ളിയിൽ മമ്മൂദ് ഹാജി എന്ന വലിയ മനുഷ്യൻ ഇവിടെ പള്ളി നിർമ്മാണത്തിന് 78 സെന്റ് സ്ഥലം വഖഫ് ചെയ്ത് നൽകിയത്. സുൽത്താൻ ബത്തേരിയിലെ പ്രമാണിയായ കക്കോടൻ മമ്മുഹാജി എന്ന മഹാമനീഷി വിശാലമായ പള്ളി ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകി. സർക്കാർ വൈദ്യുതി ലഭ്യമാക്കുന്നതുവരെ ഒരുപാടു കാലം പ്രദേശത്ത് വെളിച്ചം നൽകിയത്
പള്ളിയിൽ സ്ഥാപിച്ച ജനറേറ്റർ വഴിയാണ്. പുത്തന്നൂർ രാമയ്യൻ ചെട്ടിയാർ 1940-നും 50-നുമിടയിൽ ചെതലയം 6-ാം മൈലിൽ സ്ഥാപിച്ച പള്ളിക്കൂടമാണ് പ്രദേശത്തെ ആദ്യത്തെ വിദ്യാലയം. മേലെ പീടിയേക്കിൽ കുഞ്ഞീതുക്കയാണത്രേ ആദ്യത്തെ പീടിക തുറന്ന കച്ചവടക്കാരൻ. നാട്ടുകാരണവന്മാർ പ്രദേശത്ത് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാലത്തുതന്നെ കൊടുന്നോട്ടിൽ ആലിയമ്മു പ്രസിഡന്റായും റേഷൻ കട മമ്മൂട്ടി സെക്രട്ടറിയായും ആയിക്കോട്ടുമ്മൽ മൊയ്തീൻകുട്ടി ഹാജി ട്രഷററായും ആദ്യ ജനകീയ കമ്മിറ്റി നിലവിൽ വന്നു. പിന്നീടുള്ള ചെതലിയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജനകീയ കമ്മിറ്റിയാണ്. പട്ടിണി പരിവട്ടവുമായി കഴിഞ്ഞ കാലത്ത് പൂർവികർ കഷ്ടതകൾ സഹിച്ചു പടുത്തുയർത്തിയ ഓത്തുപള്ളിയായിരുന്നു മതധാർമ്മിക വിജ്ഞാനത്തിനുള്ള ഏകമാർഗം. 1972 നിർമ്മാണം നടത്തി 1974 2764 നമ്പറായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകിയതോടെ മതവൈജ്ഞാനിക രംഗത്ത് പ്രഭ പരത്തിയ നൂറുൽ ഹുദ മദ്രസ പ്രയാണം ആരംഭിച്ചു. 1975 ആലി കരേക്കാടൻ, മൊയ്തീൻകുട്ടി പുളിച്ചിവയൽ, മുഹമ്മദ് പി വാഗേരി, ഇസ്മായിൽ അരത്തൊടി, മറിയം മേലെപ്പിടിക, ഖദീജ ചെറുവത്ത്, ഫാത്തിമ പുത്തൻപുരയിൽ എന്നീ വിദ്യാർത്ഥികളടങ്ങുന്ന പ്രഥമ ബാച്ച് 5-ാം തരം പൊതുപരീക്ഷ എഴുതി. CK മുഹമ്മദ് മുസ്ലിയാർ, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബൂബക്കർ ഉസ്താദ്, കുഞ്ഞു മുഹമ്മദ് ഉസ്താദ്, മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ സാത്വികരായ ഉസ്താദുമാർ അക്കാലത്ത് മഹല്ലിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് പട്ടാമ്പിക്കാരനായ സെയ്ദ് മുസ്ലിയാർ, ജിഫ്രി തങ്ങൾ എന്നീ മഹത്തുക്കളും നാടിന് വിദ്യ നുകർന്നു. 1970-നും 80-നും ഇടയിൽ തന്നെയാണ് പള്ളി ബിൽഡിങ്ങിൽ 4 പീഡികമുറികളും ഹോട്ടലുമെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. കക്കോടൻ മൂസഹാജി, ജമാൽ സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട് മുസ്ലിം യതീംഖാന ഇടപെട്ട് ഒരു അറബിയുടെ സഹായം ലഭ്യമാക്കി. നാട്ടുകാരും ശാരീരിക സാമ്പത്തിക സംഭാവനകൾ നൽകി 2000 ആണ്ടിൽ പണികഴിപ്പിച്ച ജുമുഅത്ത് പള്ളി അന്നത്തെ വയനാട് ജില്ലാ ഖാദി പാണക്കാട് സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിയായ മമ്മിക്കുട്ടി ഉസ്താദ് ഇടപെട്ട് UAE-ക്കാരനായ മറ്റൊരു അറബിയിൽ നിന്നും സംഭാവന സ്വീകരിച്ച് 2019 2-ാം നില കൂടി ചേർത്ത് പള്ളി വിശാലമാക്കി. 2013 പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട് നാട്ടുകാരും അയൽപക്ക പ്രദേശങ്ങളിലെ സഹായമനസ്കരും അകമഴിഞ്ഞ് സഹായിച്ചതുമൂലം 2018 നിർമ്മാണം പൂർത്തിയാക്കി പാണക്കാട് സയ്യിദ് റഷീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ബിൽഡിംഗ് കോംപ്ലക്സിലാണ് ഇന്ന് മദ്രസ പ്രവർത്തിക്കുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾക്ക് മതവിജ്ഞാനം പകർന്നു നൽകിയ നൂറുൽ ഹുദ മദ്രസ എന്ന വിദ്യയുടെ നൗക 150-ലധികം വിദ്യാർത്ഥികളുമായി പ്രയാണം തുടരുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ചെതലയം മഹലിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഒരു മഹലാണ്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ 2764 നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ചെതലയം നൂറുൽ ഹുദ മദ്രസയുടെ ഗോൾഡൻ ജൂബിലി സമ്മേളനം ഡിസംബർ 20 മുതൽ 25 കൂടിയ ദിവസങ്ങളിൽ നടക്കുകയാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SKSF ഇറക്കുന്ന ഡോക്യുമെൻ്ററി ഏറെ ശ്രദ്ധേയമാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം വിളിച്ചോതുകയാണ് ഈ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 104 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് നിസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള കുത്തുപള്ളിയും നിസ്കാരവും സൗകര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് മദ്രസയിലും മൂത്തുപള്ളിയിലൊക്കെ ആയി പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 150-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ മദ്രസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. പൂർവികന്മാരായ ആളുകളെക്കുറിച്ച് നമുക്കൊക്കെ ഓർക്കുവാനും പുതുതലമുറക്ക് കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ പഠിക്കുവാനുമുള്ള ഒരവസരമാണ് ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചുള്ള ഈ ഡോക്യുമെൻ്ററി പ്രദർശനം. അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ കാലങ്ങളിൽ ഈ പള്ളിയും മദ്രസയൊക്കെ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടവരെ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാ, ഇപ്പോൾ വിശാലമായ 2 തെട്ട് മസ്ജിദും അതുപോലെ കുട്ടികൾക്ക് പഠന സൗകര്യമുള്ള വിശാലമായ മദ്രസയും മദ്രസയോടനുബന്ധിച്ച് മഹലിൻ്റെ വരുമാനത്തിനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാടിന്, നമ്മുടെ മഹലിനുണ്ട്. നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് നാടിൻ്റെ ഐക്യത്തിനും ഉന്നമനത്തിനും വേണ്ടി ഇനി നമ്മുടെ കൂട്ടായ്മയുള്ള പരിശ്രമം ഉണ്ടാകണം. നാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. 200ഓളം കുടുംബങ്ങൾ ഇന്ന് സ്ഥിരതാമസക്കാരായുള്ള മഹല്ലിന് 2 നിലകളുള്ള പള്ളി, ചെതലയം ടൗണിൽ 3 നിലകളിലായി തല ഉയർത്തി നിൽക്കുന്ന പീഡിക മുറികൾ അടങ്ങിയ മദ്രസ കെട്ടിടം എന്നിവയ്ക്ക് പുറമെ പള്ളിക്കും മദ്രസയ്ക്കും ചുറ്റുമായി 1.5 ഏക്കറോളം ഭൂമിയും 1 ഏക്കർ വരുന്ന മൈതാനിയും സ്വന്തമായുണ്ട്. മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ സാധു സംരക്ഷണ കമ്മിറ്റി, ദിക്ർ കമ്മിറ്റി എന്നിങ്ങനെ സബ് കമ്മിറ്റികളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളായ SYS, SKSSF, SKSBV എന്നിവയും SKSSFിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഫത്തഹ് ഗേൾസ് വിങ്ങും ശ്ലാഘനീയ സേവന പ്രവർത്തനങ്ങളാൽ ചെതലിയത്ത് സജീവമാക്കുന്നു. എല്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് മജ്ലിസ്, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ദിക്ർ മജ്ലിസ്, 3-ാമത്തെ ഞായറാഴ്ച മജ്ലിസുന്നൂർ ആത്മീയ സംഗമം, SKSSFിന്റെ നേതൃത്വത്തിൽ വീടുകളിലൂടെ മാസം തോറും മജ്ലിസുന്നൂർ ആത്മീയ സംഗമം എന്നിങ്ങനെ പ്രദേശത്തിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുവരികയാണ്. മർഹൂം പാണക്കാട് സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളും മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഖാദിമാരായി ഇക്കാലയളവിൽ മഹല്ലിനെ നയിച്ചു. പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഖാദിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് മഹല്ലിന്റെ പ്രവർത്തനം മുന്നേറുന്നു. AK അബൂബക്കർ ഹാജി പ്രസിഡന്റായും സുലൈമാൻ പുന്നപ്രത്തുടി ജനറൽ സെക്രട്ടറിയായും അബ്ദു ഹാജി കുലുക്കംപാറ ട്രഷററായും മൊയ്തീൻകുട്ടി പുളിച്ചവയൽ C കുഞ്ഞാപ്പ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും CK സലീം, അബ്ദുൽ ഗഫൂർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും OK ഷിഹാബുദ്ദീൻ, അഷ്റഫ് പുന്നപ്രത്തുടി, അബ്ബാസ് V, ഹൈദരലി വട്ടക്കാട്ട് എന്നിവർ അംഗങ്ങളായുമുള്ള മഹല്ല് കമ്മിറ്റിയും മഹല്ല് ഖത്തീബ് ഉസ്താദ് നജ്മുദ്ദീൻ ദാരിമി മൈലാടിയും ചേർന്നാണ് നിലവിൽ മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രശംസനീയമായ ആത്മീയ ഭൗതിക മുന്നേറ്റം സാധ്യമാക്കിയ ചെതലയം നൂറുൽ ഹുദ മദ്രസ 50 ആണ്ടുകൾ പിന്നിട്ട് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. മരക്കാർ ഹാജി, മമ്മി ഹാജി, KP കുഞ്ഞിമുഹമ്മദ്, C കുഞ്ഞുട്ടി സാഹിബ്, കണ്ണിയൻ മുഹമ്മദ് ഹാജി, അന്ത്രുമി ഹാജി തുടങ്ങി നിരവധി പേർ മഹല്ലിന് ശ്രദ്ധേയമായ നേതൃത്വം നൽകി നമ്മോട് വിട പറഞ്ഞു. ഈ പ്രയാണത്തിൽ സ്വന്തം സമ്പത്തും സമയവും അധ്വാനവുമെല്ലാം നാടിന്റെ വികസനത്തിനായി സമർപ്പിച്ച പൂർവികരുടെ കഠിനാധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന മതവിദ്യാഭ്യാസ സമുച്ചയവും മഹല്ല് സംവിധാനവുമെല്ലാം. ഇതിനായി ജീവത്യാഗം ചെയ്ത പൂർവികരോടും ജീവിച്ചിരിക്കുന്നവരോടുമുള്ള നന്ദി വാക്കുകൾക്കതീതമാണ്. നാഥൻ അവരുടെ സമർപ്പണങ്ങൾ സ്വീകരിക്കട്ടെ. നാടിനും സമുദായത്തിനും വെളിച്ചം നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. 1947 സ്ഥാപിതമായ ചെതലയം നൂറുൽ ഹുദ മദ്രസ 50 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ചെതലയം എന്ന ഈ പ്രദേശത്തിൻ്റെയും ഈ മഹലിൻ്റെയും ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായി SKSSF തയ്യാറാക്കിയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് ഇവിടെ സമർപ്പിച്ചത്. പരിമിതമായ അറിവുകളുടെയും ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിരവധി പൂർവികരായ മഹത്തുക്കളുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഈ മഹല്ല് സംവിധാനവും ഈ മദ്രസ സംവിധാനവും നിലനിന്നു പോകുന്നത്. അവർ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയോടെ ഇത് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ പ്രയാണത്തിൽ നമ്മളോട് കൂടെ നിന്ന എല്ലാവർക്കും SKSSFിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.